ഓം ശ്രീ സായിരാം. അന്നപൂർണേശ്വരിയായ സായീശ്വരി തൻ്റെ മക്കളെ ഊട്ടിയ രീതി വിവരിക്കാം. ശ്രദ്ധയോടെ കേട്ടാലും. മസ്ജിദിൻ്റെ മുറ്റത്ത് വലിയൊരു അടുപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതിനുമേൽ വലിയൊരു അണ്ടാവ്. അതിലാവശ്യത്തിന് വെള്ളവും കാണും. ചിലപ്പോൾ ബാബ മധുരച്ചോറുണ്ടാക്കും, ചിലപ്പോൾ മാംസം ചേർന്ന പുലാവ്, ചില സമയം സൂപ്പ്. പാചകം ചെയ്യുന്നത് ഒറ്റയ്ക്ക്. ഒരു കാര്യത്തിനും ആരും കൂടണ്ട. ആരെയും ബുദ്ധിമുട്ടിക്കുകയുമില്ല, ആശ്രയിക്കുകയുമില്ല. അങ്ങാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നതും പണം കൊടുക്കുന്നതും ബാബ തന്നെ. പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ ഒരുക്കുന്നതും മരയ്ക്കുന്നതും പൊടിക്കുന്നതും നുറുക്കുന്നതും അവിടുന്ന് സ്വയം ചെയ്യും. പാചകം ചെയ്യാനായി 2 പാത്രമുണ്ട്. വലിയതിൽ 100 പേർക്കും ചെറുതിൽ 50 പേർക്കുമുള്ള ആഹാരം തയ്യാറാക്കാം. പാത്രത്തിൽ വെള്ളം വെച്ച് അടുപ്പിൽ തീ കത്തിച്ച് വെള്ളം തിളപ്പിക്കും. പിന്നെ ഒരുക്കിയ സാധനങ്ങൾ തിളച്ച വെള്ളത്തിലിടും. ആവശ്യത്തിനനുസരിച്ച് തീ കത്തിക്കും. അതിനായി ബാബ തന്നെ വിറക് മുന്നോട്ടും പിന്നോട്ടും തള്ളിവെക്കും. കഷ്ണങ്ങൾ വെന്തോ എന്നറിയാൻ കഫനിയുടെ കൈ വലിച്ചു കയറ്റി നഗ്നമായ തൃക്കരം തിളച്ചുമറിയുന്ന പാത്രത്തിലിട്ടിളക്കും. ആഹാരം തയ്യാറായി കഴിഞ്ഞാൽ അത് മസ്ജിദിലേക്ക് കൊണ്ടുപോകും. മൗലവിയുടെ ഭക്ഷണത്തിനുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം ബാബ പ്രസാദം വിളമ്പി തുടങ്ങും. ആദ്യം മാലസ്പതിക്ക്, പിന്നെ താത്തിക്ക് കൊടുത്തുവിടും. ബാക്കിയുള്ള ആഹാരം ദരിദ്രർക്കും സാധുക്കൾക്കും അവിടുന്ന് തന്നെ വിളമ്പിക്കൊടുക്കും. ആ തൃക്കൈയാൽ വിളമ്പിയ ആഹാരം കഴിക്കാൻ കഴിഞ്ഞവർ എത്ര പുണ്യാത്മാക്കളാണോ! ബാബ മാംസം ചേർത്ത ആഹാരം തയ്യാറാക്കിയിരുന്നു. പക്ഷേ അതെല്ലാവർക്കും നൽകിയിരുന്നില്ല. മാംസാഹാരം ശീലമുള്ളവർക്ക് മാത്രമേ അവിടുന്നത് വിളമ്പിയുള്ളൂ. അല്ലാത്തവരെ തൊടാൻ പോലും സമ്മതിച്ചില്ല. ഇങ്ങനെയാണ് നമ്മുടെ സായിമ എല്ലാവരെയും ഊട്ടിയത്. ജയ് സായിരാം.